കാമംബർട്ട് ചീസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ബേക്ക് ചെയ്ത് കഴിക്കുന്ന ചീസാണ്. അപ്പം ഇത് എൻ്റെ മോള് കുറച്ച് ദിവസമായിട്ട് പറയുവായി ചീസ് വാങ്ങണം അമ്മ വാങ്ങണം അമ്മ എന്ന്. അപ്പോൾ ഹോളിഡേ അല്ലേ, സ്കൂൾ ഹോളിഡേയ്സ് ആയ കാരണം അത് ബേക്ക് ചെയ്ത് കൊടുക്കാമെന്നോർത്ത്. ഇത് ഒരു ടൈപ്പ് ചീസാണ്. എന്ത് ടൈപ്പാണെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. ഈ ചീസിൻ്റെ പേര് കാമംബർട്ട് എന്നാണ്. ഇത് നമുക്ക് നേരെ ഡയറക്റ്റ് തിന്നുന്നതിലേയും ഒന്നും കൂടെ നല്ലതാണ് ബേക്ക് ചെയ്ത് കഴിക്കുന്നത്. ഇതിങ്ങനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ വുഡൻ പാക്കിങ്ങിലാണ് വരുന്നത്. അതിൻ്റെ തന്നെ പാക്കിങ്ങിൽ വെച്ച് നമുക്ക് എയർ ഫ്രയറിനകത്തോ ഓവനകത്തോ വെച്ചോ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ അതിനകത്ത് ഇങ്ങനെ നൈഫ് കൊണ്ട് സ്കോർ ചെയ്ത്, കാരണം ചീസ് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബബിളാകും. ആ എയർ ബബിൾസ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു നൈഫ് എടുത്തിട്ട് എല്ലാ അതിൻ്റെ ഫുള്ള് സർക്കിളിൽ സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് സ്കോർ ചെയ്ത് കൊടുത്ത്, കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് പേടിയാണ് എയർ ഫ്രയറിനകത്ത് വെച്ച് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇത് ആദ്യം വെക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഇൻസ്ട്രക്ഷന് ഗൂഗിളിനകത്ത് നോക്കിയായിരുന്നു. അപ്പം എയർ ഫ്രയറിനകത്താണെന്നെങ്കിൽ നമുക്കിത് എയർ ഫ്രയറിനകത്ത് വെക്കുന്നതിന് മുന്നേ ഗ്രീസ് പ്രൂഫ് പേപ്പറോടെ വയ്ക്കാം. ഇൻ കേസ് അതിനകത്ത് നിൽക്കാതെ മെൽറ്റ് ആകുവാണെങ്കിൽ. അപ്പോൾ ആദ്യമേ ഞാൻ ഈ എയർ ഫ്രയർ 180 ഡിഗ്രീസിൽ ഒരു 3 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നിഞ്ച എയർ ഫ്രയറാണ്. ഓരോ എയർ ഫ്രയറിന് സെറ്റിങ്സും വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാനിത് എൻ്റെ എയർ ഫ്രയറിൻ്റെ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, ഇത് ബേക്കിംഗ് ട്രേയിലെല്ലാം വെച്ച് അടച്ചിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ്, എൻ്റെ എയർ ഫ്രയറാണെങ്കിൽ മെഗാസോണ് ക്ലിക്ക് ചെയ്ത് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ 10 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ കൂളിംഗ് സോണും കഴിഞ്ഞപ്പോൾ അതേ നല്ല മെൽറ്റായിട്ടുള്ള ഗൂവി ആയിട്ടുള്ള കാമംബെയർ ചീസ് റെഡിയാണ്. അത് കാമംബർട്ട് എന്നാണ് സ്പെല്ല് ചെയ്യുന്നെങ്കിലും പറയുന്നത് കാമംബെയർ അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പം ഞാനപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂഷ്വലി ഇങ്ങനെ തന്നെ അല്ല കഴിക്കുന്നത്. ഇത് ക്രാക്കേഴ്സ് എന്ന് പറയും, ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ചീസ് ക്രാക്കേഴ്സ്. ഈ ചീസ് സ്പ്രെഡ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റുന്ന ക്രാക്കേഴ്സും. പിന്നെ ഞാനപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പിള്ളേർ കഴിക്കത്തില്ല, പക്ഷെ ഞാൻ കഴിക്കും. ഒരു ഗോക്കമോളയും ഉണ്ടാക്കി, അവക്കാഡോയും ടൊമാറ്റോയും ഓനിയനും ഗ്രീൻ ചില്ലിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ഡിപ്പ് പോലെ ഉണ്ടാക്കും അവക്കാഡോ കൊണ്ട്. അതാണ് കോക്കമോളെ. അപ്പോൾ ഇത് കണ്ടു, ചീസ് ക്രാക്കേഴ്സ് വാങ്ങിച്ചു. ഞാൻ സാധാരണ ടെസ്കോയുടെ ചീസ് ക്രാക്കേഴ്സാണ് വാങ്ങിയത്. പിന്നെ കോക്കമോളെ സെറ്റ് ചെയ്തു, ക്രാക്കേഴ്സ് ആവശ്യത്തിന് എടുത്ത് വെച്ചു. പിന്നെ ഇത് ഓവനകത്തുനിന്ന് ഈ കാമംബെയർ ചീസ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം എത്രയോ ഡിഗ്രി ചൂടായിരിക്കും, നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ക്രാൻബെറി സോസും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാൻബെറി സോസ്. ഇതിൻ്റെ ഒരു പുളിയും മധുരവും കൂടെ ഉള്ളൊരു ടേസ്റ്റ് നല്ല യമ്മി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡിഷസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം കുറച്ച് ക്രാൻബെറി ക്രാൻബെറി സോസും വെച്ചു. ഒരു ക്രാക്കർ എടുക്കുന്നു. നല്ല ഗൂവി മെൽറ്റഡ് ആയിട്ടിരിക്കുന്ന കാമംബെയർ ചീസ്. ഇത് വേണേൽ കുറച്ചുകൂടെ മെൽറ്റാക്കാം കേട്ടോ, 12 മിനിറ്റ്സ് അപ് ടു 30 മിനിറ്റ്സ് ഒക്കെ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണ്ടല്ലേ, ഭയങ്കര ചൂടായാൽ അവരുടെ അറിയാതെ എങ്ങനെ എടുത്തെങ്കിലോ, ഇനി നമ്മളാണെങ്കിലും കഴിക്കുമ്പം അവരുടെ നാക്ക് പൊള്ളിപ്പോയെങ്കിലോ എന്നോർത്തുകൊണ്ട് ഞാൻ ആദ്യം ചീസ് സ്പ്രെഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്രാൻബെറി സോസ് സ്പ്രെഡ് ചെയ്തു. പിന്നെ കുറച്ച് ഗോക്കമോളയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ബൈറ്റ് എടുത്ത് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു, വെരി യമ്മി.